നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ നരനാരായണാവതാരം ദക്ഷയാഗം എന്ന 16-ാമത്തെ ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം. ദക്ഷസ്തു ധാതുരതിലാളനയാ രജോന്ധോ നാദ്യാദൃതസ്ത്വയി ച കഷ്ടമശാന്തിരാസീത് യേന വ്യരുന്ധസ ഭവത്തനുമേവ ശർവം യജ്ഞേജ വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. ഇനി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ദക്ഷഃ തു ധാതുഃ അതിലാളനയാ രജോന്ധഃ ന അത്യാദൃതഃ ത്വയി ച കഷ്ടം അശാന്തിഃ ആസീത് യേന വ്യരുന്ധ സ ഭവത്തനും ഏവ ശർവം യജ്ഞേജ വൈരപിശുനേ സ്വസുതാം വ്യമാനീത്. ഇനി ശ്ലോകത്തിൻ്റെ അന്വയം നാം ചർച്ച ചെയ്യുന്നു, ശ്രദ്ധിക്കുക. ധാതുരതിലാളനയാ രജോന്ധഃ ദക്ഷഃ തു ത്വയി ച ന അത്യാദൃതഃ അശാന്തിഃ ആസീത് കഷ്ടം യേന സഹ ഭവത്തനുമേവ ശർവം വ്യരുന്ധ വൈരപിശുനെ യജ്ഞേച്ച സ്വസുതാം വ്യമാനീത്. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം നാം ചർച്ച ചെയ്യുന്നു, ശ്രദ്ധിക്കുക. ബ്രഹ്മാവിൻ്റെ അതിലാളന മൂലം രജോഗുണാധിക്യത്താൽ അന്ധനായ വിവേകശൂന്യനായ ദക്ഷൻ അങ്ങയിൽ പോലും അനാദരവ് കാണിച്ചുകൊണ്ട് തൻ്റെ ശമം നഷ്ടപ്പെട്ടവനായി തീർന്നു. എന്തിനധികം അങ്ങയുടെ രൂപാന്തരമായ പരമേശ്വരനെപ്പോലും അദ്ദേഹം ധിക്കരിച്ചു. ശിവന്റെ വൈരം സൂചിപ്പിക്കുന്ന യാഗവേദിയിൽ വെച്ച് തൻ്റെ പുത്രിയായ സതീദേവിയെ ദക്ഷൻ അപമാനിക്കുകയും ചെയ്തു.